SSLC ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ ശബ്ദതരംഗങ്ങൾ. ശബ്ദതരംഗങ്ങൾ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി. ആയതി എന്ന് പറഞ്ഞാൽ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി, ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നു. ആയതിയെ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആകുന്നു. ആയതിയെ എ എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആകുന്നു. അപ്പോൾ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിൻ്റെ അളവാണ് ആയതി അഥവാ ആംപ്ലിറ്റ്യൂഡ്. ഈ ആംപ്ലിറ്റ്യൂഡിന്, അതായത് ആയതിയെ, നമ്മൾ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ആയതിയുടെ SI യൂണിറ്റ് മീറ്റർ ആണ്. നെക്സ്റ്റ് വൺ, ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ പീരീഡ് എന്ന് പറയുന്നു. അപ്പോൾ ഒരു പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കാണുന്നത് പോലെ എ എന്ന് പറയുന്ന ഒരു പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തിരിച്ച് എയിൽ തന്നെ വന്നെത്തുമ്പോഴാണ് അതെന്ത് ഒരു ദോലനം പൂർത്തിയാകുന്നത്. ആ ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഇത് പീരീഡിനെ നമ്മൾ T എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. പീരീഡ് അളക്കുന്നത് സെക്കൻഡ് S എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ പീരീഡിൻ്റെ യൂണിറ്റ് എന്താണ്? S അഥവാ സെക്കൻഡാണ്. ഒന്നുകൂടി നോക്കുക. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഇതിനെ നമ്മൾ T എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പീരീഡ് അളക്കുന്നത് സെക്കൻഡ് എന്ന യൂണിറ്റ് ഉപയോഗിച്ചാണ്. അപ്പോൾ അതിൽ 3 കാര്യങ്ങൾ പറഞ്ഞു. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെയാണ് നമ്മൾ പീരീഡ് എന്ന് പറയുന്നത്. ഇത് T എന്ന അക്ഷരം കൊണ്ടാണ് നമ്മൾ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, പീരീഡ് അളക്കുന്ന യൂണിറ്റ് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് S വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഓക്കെ. നെക്സ്റ്റ്, ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി, ഫ്രീക്വൻസി. അപ്പോൾ എന്താണ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര തവണ ദോലനം ചെയ്യുന്നു അതിൻ്റെ അളവാണ്, എണ്ണമാണ്, ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി, ഫ്രീക്വൻസി. ഒരു സെക്കൻഡിൽ എത്ര തവണ ദോലനം ചെയ്യുന്നു എന്നുള്ള എണ്ണമാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. മനസ്സിലായോ? ആവൃത്തിയുടെ SI യൂണിറ്റാണ് ഹെർട്സ്. നമ്മൾ ആവൃത്തി, അതായത് ഫ്രീക്വൻസിയുടെ SI യൂണിറ്റ് ഹെർട്സ്. ഇതിന് മുമ്പ് നമ്മളൊരു SI യൂണിറ്റ് പറഞ്ഞല്ലോ, അതെന്തിനായിരുന്നു? T, പീരീഡിൻ്റെ, അത് സെക്കൻഡാണ്. ഇവിടെ ഹെർട്സ് ആണ്. ഫ്രീക്വൻസി അഥവാ ആവൃത്തിയുടെ SI യൂണിറ്റ് ഹെർട്സ് ആണ്. ആവൃത്തി നമ്മൾ ഏത് ലെറ്റർ വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ആവൃത്തി സൂചിപ്പിക്കുന്നത് F എന്ന അക്ഷരം ഉപയോഗിച്ചാണ്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് ആവൃത്തി. ഒരു സെക്കൻഡിൽ എത്ര തവണ ദോലനം ചെയ്യുന്നു എന്നുള്ള എണ്ണമാണ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ആവൃത്തിയുടെ SI യൂണിറ്റ് എന്താണ്? സെക്കൻഡ്, ഹെർട്സ്. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹെർട്സ്. ആവൃത്തിയുടെ സൂചിപ്പിക്കുന്നത് എന്താണ്? F എന്ന അക്ഷരം കൊണ്ടാണ് ആവൃത്തിയെ സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ആവൃത്തി എന്ന് പറഞ്ഞാൽ, F എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? 1/പീരീഡ്. പീരീഡ് നമ്മൾ T വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നു. 1/T എന്ന് എഴുതിയാൽ F = 1/T എന്ന് എഴുതാം. F = ആവൃത്തി, F = 1/പീരീഡ്.
ഇക്വേഷൻ രൂപത്തിൽ എഴുതുമ്പോൾ EF = 1/T എന്ന് എഴുതാം. പീരീഡ് കൂടുമ്പോൾ ആവൃത്തി കുറയുന്നു. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തുലനസ്ഥാനത്ത് ആയിരിക്കും കമ്പനം ചെയ്യുന്നത്. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി, നാച്ചുറൽ ഫ്രീക്വൻസി. അപ്പം നമുക്ക് നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ അഥവാ സ്വാഭാവിക ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്ക് നോക്കാം. ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിൽ ആയിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഒരു വസ്തു അതിൻ്റെ തനതായ ആവൃത്തിയിൽ കമ്പനം ചെയ്യുന്നതിനെയാണ് ആ വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തി അഥവാ നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു. നാച്ചുറൽ ഫ്രീക്വൻസി, സ്വാഭാവിക ആവൃത്തി എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിനെ സ്വതന്ത്രമായി കമ്പനം ചെയ്യിച്ചാൽ അത് അതിൻ്റെ തനതായ ആവൃത്തിയിലായിരിക്കും കമ്പനം ചെയ്യുന്നത്. ഈ ആവൃത്തിയാണ് സ്വാഭാവിക ആവൃത്തി, നാച്ചുറൽ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിൻ്റെ നീളം. അപ്പോൾ വസ്തുവിൻ്റെ നീളം മാറുന്നതിനനുസരിച്ച് അതിൻ്റെ സ്വാഭാവിക ആവൃത്തിയിൽ വ്യത്യാസം വരും. വസ്തുവിൻ്റെ വലുപ്പം മാറുന്നതിനനുസരിച്ച് സ്വാഭാവിക ആവൃത്തിയിൽ വ്യത്യാസം വരും. ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം, ഇത്രയും കാര്യങ്ങൾ ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. 1. വസ്തുവിൻ്റെ നീളം. 2. വലുപ്പം, ഇലാസ്തികത, പദാർത്ഥത്തിൻ്റെ സ്വഭാവം എന്നിവ ഇത്രയും കാര്യങ്ങൾ എന്താണ് ഒരു വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. നെക്സ്റ്റ് വൺ, പെൻഡുലത്തിൻ്റെ നീളം കൂടിയാൽ ആവൃത്തി കുറയുന്നു. പെൻഡുലത്തിൻ്റെ നീളം കൂടിയാൽ ആവൃത്തി എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി കുറയുന്നു. കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തുവിനെ കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. അപ്പം എന്താണ് കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം? കമ്പനം ചെയ്യുന്ന വസ്തുവിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ്. ഒരു വസ്തു കമ്പനം ചെയ്യുന്നതിൻ്റെ അതിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം അഥവാ ഫോഴ്സ്ഡ് വൈബ്രേഷൻ. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. കമ്പനം ചെയ്യുന്ന ഒരു വസ്തുവിൻ്റെ പ്രേരണ, ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രേരണ മൂലം മറ്റൊരു വസ്തു കമ്പനം ചെയ്യുന്നതാണ് പ്രണോദിത കമ്പനം, ഫോഴ്സ്ഡ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദ അഥവാ റെസൊണൻസിലാണെന്ന് പറയാം. അപ്പം അനുനാദം അഥവാ റെസൊണൻസ്, എന്നാൽ എന്താ? പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും, അതായത് പ്രണോദിത കമ്പനത്തിന് വിധേയമാകുന്ന ഒരു വസ്തുവിനൊരു ആവൃത്തി ഉണ്ടാവുമല്ലോ, ആ ആവൃത്തിയും ഈ പ്രേരണ മൂലം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക, അപ്പോൾ ഈ രണ്ട് വസ്തുവിൻ്റെ ആവൃത്തിയും
തുല്യമായാൽ ആ വസ്തുക്കൾ അനുനാദത്തിലാണ്, അഥവാ റെസൊണൻസ് ആണെന്ന് പറയാം. റെസൊണൻസ് എന്ന് പറഞ്ഞാൽ പ്രണോദന കമ്പനത്തിന് വിധേയമാകുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും മറ്റേ വസ്തു പ്രേരണം ചെലുത്തുന്ന വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും, ഈ രണ്ട് വസ്തുവിൻ്റെ സ്വാഭാവിക ആവൃത്തിയും തുല്യമായാലാണ് അനുനാദത്തിലാണെന്ന് പറയാൻ പറ്റുള്ളൂ. പ്രണോദിത കമ്പനവും അനുനാദവും പ്രയോജനപ്പെടുത്തിയിരിക്കുന്ന സന്ദർഭങ്ങൾ, ഈ രണ്ടും കൂടി പ്രയോജനപ്പെടുത്തുന്ന സന്ദർഭമാണ് MRI സ്കാനിങ്, റേഡിയോ ട്യൂണിങ്, ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീതോപകരണങ്ങൾ. എന്തൊക്കെയാണ്? MRI സ്കാനിങ്, റേഡിയോ ട്യൂണിങ്, ഗിറ്റാർ, വയലിൻ, വീണ, ഹാർമോണിയം, മൃദംഗം തുടങ്ങിയ സംഗീതോപകരണങ്ങൾ. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത പാർട്ടായിട്ട് കാണാം. ഇത് നമ്മൾ നന്നായിട്ട് കൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക. ഇനി അടുത്ത പാർട്ട് 2 ബാക്കി ക്ലാസ് നമുക്ക് കാണാം.